യിരെമ്യാവിൻ്റെ പ്രവചനം 33:3. എന്നെ വിളിച്ചപേക്ഷിക്ക, ഞാൻ നിനക്കുത്തരം അരുളും. നീ അറിയാത്ത മഹത്തായും അഗോചരമായുമുള്ള കാര്യങ്ങളെ ഞാൻ നിന്നെ അറിയിക്കും. ദൈവം തൻ്റെ ജനത്തോട് നൽകുന്ന ആഹ്വാനം. ദൈവത്തെ വിളിച്ചപേക്ഷിക്കുക. വിളിച്ചപേക്ഷിക്കുക എന്നത് ദൈവത്തോട് നിലവിളിക്കുക എന്ന അർത്ഥത്തിലാണ് പറയുന്നത്. എപ്പോഴാണ് ഒരു വ്യക്തി നിലവിളിക്കുന്നത്? ആഴമായ വേദന, സഹിക്കാനാകാത്ത മനോഭാരം തുടങ്ങിയവയാണ് ഒരു വ്യക്തിയെ നിലവിളിക്കാൻ പ്രേരിപ്പിക്കുന്നത്. ദൈവത്തോട് നിലവിളിക്കണമെങ്കിൽ അത്രമേൽ ആത്മഭാരമുള്ളതിനാൽ ആകണം. ഏതൊക്കെ വിഷയങ്ങളാണ് ദൈവത്തോട് നിലവിളിക്കാൻ നമ്മെ പ്രേരിപ്പിക്കുന്നത്? ബൈബിളിൽ പലരും ദൈവത്തോട് നിലവിളിച്ച സന്ദർഭങ്ങൾ എഴുതിയിട്ടുണ്ട്. അവരുടെ വ്യക്തി ജീവിതത്തിലെയോ കുടുംബത്തിലെയോ പ്രതിസന്ധിയുടെ മുന്നിൽ ദൈവത്തോട് വിടുതലിനായി കരഞ്ഞപേക്ഷിച്ചിട്ടുള്ളത് കാണാം. യാക്കോബ് യാബോക്ക് എന്ന നദീതീരത്ത് കരഞ്ഞത് ഉദാഹരണമാണ്. എന്നാൽ തങ്ങളുടെ ജനത്തിൻ്റെ മേൽ അവരുടെ പാപം നിമിത്തം വരാൻ പോകുന്ന ന്യായവിധി ഒഴിഞ്ഞു പോകാൻ ദൈവത്തോട് നിലവിളിച്ചവരെ കാണാം. മരുഭൂയാത്രയിൽ മോശെ ഇത്തരത്തിൽ പ്രാർത്ഥിക്കുന്ന ഉദാഹരണമാണ്. പഴയ നിയമ പുസ്തകങ്ങളിൽ യിരെമ്യാ ഉൾപ്പെടെ പ്രവാചകന്മാർ ഈ വിഷയത്തിനായി ദൈവത്തോട് നിലവിളിച്ചു. ഇന്നും നാം ആത്മഭാരത്തോടെ പാപത്തിൽ നശിച്ചു പോകുന്നവരുടെ രക്ഷയ്ക്കായി ദൈവത്തോട് നിലവിളിക്കണം. വിളിച്ചപേക്ഷിക്കുന്നവർക്കുള്ള ദൈവിക വാഗ്ദത്തങ്ങൾ നോക്കുക. ദൈവം ഉത്തരമരുളും. അറിയാത്ത മഹത്തായ കാര്യങ്ങൾ, കണ്ണുകൾക്ക് കാണാൻ കഴിഞ്ഞിട്ടില്ലാത്ത കാര്യങ്ങൾ അറിയിക്കും. ദൈവത്തിൻ്റെ പദ്ധതിയിലിരിക്കുന്ന, ഇതുവരെ ആരും അറിഞ്ഞിട്ടില്ലാത്ത മഹാകാര്യങ്ങൾ ദൈവം അവർക്ക് വെളിപ്പെടുത്തും. ഇത് ആത്മീയ കാര്യങ്ങൾക്ക് മാത്രമല്ല, ബൗദ്ധിക കാര്യങ്ങൾക്കും ഉപയോഗിക്കാനാവുന്ന വാഗ്ദത്തമാണ്. ദൈവത്തോട് വിളിച്ചപേക്ഷിച്ച് ഗവേഷണങ്ങൾ നടത്തുന്നവർ ശാസ്ത്രലോകത്തുണ്ടാകട്ടെ, വിദ്യാഭ്യാസ മേഖലകളിൽ രാഷ്ട്രതന്ത്രജ്ഞന്മാരിലൊക്കെ ഉണ്ടാകട്ടെ. അങ്ങനെ മഹാകാര്യങ്ങൾ ഗ്രഹിക്കാനാകട്ടെ. ദൈവം നമ്മെ അനുഗ്രഹിക്കട്ടെ.